everyone. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈ 10 ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഫസ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് മെഹരിസ്. മെഹരിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പം തന്നെ എ മെഹരിസ് ഇസ് എ സിംഗിൾ അപ്രൈറ്റ് പ്രീ ഹിസ്റ്റോറിക് സ്റ്റോൺ മോണുമെൻറ്റ് സിമിലർ ടു സ്റ്റേൽ. എന്താണ് ഒറ്റ സ്റ്റോൺ വെച്ചിട്ട് ഒരു മോണുമെൻറ്റ് ഉണ്ടാക്കുന്നതിന് പറഞ്ഞ പേരാണ് മെഹരിസ്. മോണോലിത്തിക് ഒക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ പിന്നെ ഡിഫൈൻ ഡോളിമെൻറ്റ് ടോം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടക്കല്ല് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അതുപോലത്തെ സെയിം സ്ട്രക്ചറാണ്. എ ടേബിൾ ലൈക്ക് ഹൊറിസോണ്ടൽ സ്ട്രക്ചർ. എന്താണ് 3 കാലുപ്പള്ളിക്ക് 3 സ്റ്റോൺ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ടേബിൾ ലൈക്ക് സ്ട്രക്ചർ വെക്കുന്ന പറഞ്ഞ പേരാണ് ഡോളിമെൻറ്റ് ടോം. പിന്നെ വാട്ട് ഈസ് പ്രീ ഹിസ്റ്റോറിക് പീരിയഡ് ഡിവൈഡഡ്. പ്രീ ഹിസ്റ്റോറിക് പീരിയഡ്സ് എന്തൊക്കെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? ഒന്ന് പാലിയോലിത്തിക് ഏജ്, മീസോലിത്തിക്, നിയോലിത്തിക്, കാലിയോലിത്തിക്, അയോൺ ഏജ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡിവിഷൻസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യന് ലിസ്റ്റ് ഔട്ട് ഡ്വെല്ലിംഗ് ഫ്രം പ്രീ ഹിസ്റ്റോറിക് പീരിയഡ്. എന്തൊക്കെയാണ് ഡ്വെല്ലിങ്സ് ആണെന്ന്? ഹട്ട്, ബിഹേവ്സ്, പ്രിമിറ്റീവ് ഹട്ട്, ടെൻറ്റ്, അങ്ങനെ ഒരുപാട് നമ്മൾ വെറൈറ്റീസ് പഠിച്ചിട്ടുണ്ട്. ഓരോ സെറ്റിൽമെൻറ്റിന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓരോ ഇവരുടെ എക്കണോമിക് ലൈഫിനെ വെച്ചിട്ടൊക്കെ നമ്മൾ ഓരോ സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ഓരോ ഡ്വെല്ലിങ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറയുന്നത്. പിന്നെ വാട്ട് ഈസ് നാക്രോപോളിസ്. നാക്രോപോളിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാക്രോപോളിസ് എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻ ഡെസേർട്ട് were buried at the time of early Nile Valley civilization. എന്താ നെക്രോപോളിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെസേർട്ട് ഏരിയയിൽ ഡെഡ് ബോഡീസിനെ ബെറി ചെയ്യുന്ന മീൻസ് ഏർലി നൈൽ വാലി സിവിലൈസേഷനിൽ ഡെഡ് ബോഡീസിനെ ബെറി ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് നെക്രോപോളിസ്. ഹൗ ഡു മസ്തബ ആൻഡ് പിരമിഡ് ഡിഫർ എന്ന്. മസ്തബ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പിരമിഡാണ്. അത് ഈജിപ്ഷ്യൻ ബിൽഡ് ബെഞ്ച് ലൈക്ക് സ്ട്രക്ചർ ഓവർ ഗ്രേവ്സിൻ്റെ മുകളിൽ ബെഞ്ച് ലൈക്ക് സ്ട്രക്ചറിനെ പറഞ്ഞ പേരാണ്. ഗ്രേവ്സിന് മുകളിൽ വയ്ക്കുന്ന പറഞ്ഞ പേരാണ് മസ്തബ. പിരമിഡ്സ് എന്ന് പറഞ്ഞാൽ ഷേപ്പ്ഡ് മോണുമെൻറ്റ് കൺസ്ട്രക്ട് മോസ്റ്റ് ഓൺ ഫ്യൂണറി ടോംസ് അല്ലെങ്കിൽ ക്രെമിറ്റോറിയൽ അല്ലെങ്കിൽ സെറിമോണിയൽ കോംപ്ലക്സസിന് പറഞ്ഞ പേരാണ് പിരമിഡ്സ്. വാട്ട് ഈസ് സാക്രോഫാഗസ്? used to bury leaders or wealthy residents in ancient Egypt. Sarcophagus is a coffin or contained coffin and എന്താ പറയുക ശവപ്പെട്ടി. അപ്പോൾ ഇതിനൊക്കെ എന്താണ് ഓരോ ലീഡേഴ്സിനെ വേണ്ടിയിട്ട് നമ്മൾ ബറി ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ അടക്കം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പറഞ്ഞ പേരാണ് സാക്രോഫാഗസ്. പിന്നെ അടുത്ത 8th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 8th ക്വസ്റ്റ്യൻ വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് ഗ്രേറ്റ് ബാത്ത് ഇൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഗ്രേറ്റ് ബാത്തിൻ്റെ പർപ്പസ് എന്തൊക്കെയാണെന്ന് അത് ഫസ്റ്റ് പറഞ്ഞത് ഇറ്റ് ഈസ് എ ടാങ്ക് വുഡ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ സ്പെഷ്യൽ റിലീജിയസ് ഫങ്ഷൻ വേർ വാട്ടർ വാസ് യൂസ്ഡ് ടു പ്യൂരിഫൈ ആൻഡ് റെന്യൂ ദ വെൽബീയിങ് ഓഫ് ബാത്തേഴ്സ്. എന്താണ് വാട്ടർ ടാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിലീജിയസ് ഫങ്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടിയിട്ട് ഒരു ടാങ്ക് പോലെ ഫങ്ഷൻ ചെയ്യുന്നതാണ് ഗ്രേറ്റ് ബാത്ത്. എന്തിനാണ്? വാട്ടർ പ്യൂരിഫൈ ചെയ്തിട്ട് വീണ്ടും റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് വാസ് ദ മേജർ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഓഫ് ഇൻഡസ് പീപ്പിൾ എന്നാണ്. എന്തൊക്കെയാണ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എന്നാണ് ചോദിക്കുന്നത്. അതെന്താണ്? വില്ലേജസും സിറ്റീസിനും കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് മഡ് ആൻഡ് ബ്രിക്ക് എന്നാണ്. അതിന് ദ ബിൽഡിംഗ് മെറ്റീരിയൽ ഫോർ ദ വില്ലേജ് ആൻഡ് സിറ്റീസ് ഓഫ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ വാസ് പ്രിഡോമിനൻ്റ്ലി മഡ് ആൻഡ് ബ്രിക്ക്. എന്താണ് നമ്മൾ മോസ്റ്റ്ലി കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എന്താണ്? മഡ് ആൻഡ് ബ്രിക്കായി യൂസ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇതിലും പറയുന്നത്. പിന്നെ വിച്ച് സിസ്റ്റം വാസ് യൂസ്ഡ് ഇൻ മോഹൻജദാരോ സിറ്റി പ്ലാനിങ്. മോഹൻജദാരോ, ഹാരപ്പ, മോഹൻജദാരോ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, നമുക്കെല്ലാവരും ഫെമിലിയറാണ്. അപ്പോൾ എന്താണ് അത് ഏത് സിസ്റ്റമാണ് യൂസ് ചെയ്തിട്ടുള്ളത് പറഞ്ഞത്? അത് ഗ്രിഡ് പ്ലാനിങ് സിസ്റ്റം. പിന്നെ ഒരു ക്വസ്റ്റ്യന് ഇല്ലസ്ട്രേറ്റ് ടൊറോണ ആൻഡ് റെയിലിംഗ് ഫ്രം വേദിക് പീരിയഡ് എന്ന് വരുന്നതാണ്. ടൊറോണ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു സ്ട്രക്ചർ കണ്ടോ? എന്താണ് നമ്മൾ കന്നുകാലികളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു തടവ് പോലെ വെക്കും. ഒരു റെയിൽ വെച്ചിട്ട് അവർക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പൊക്കി കൊടുക്കും, വീണ്ടും താഴ്ത്തി കൊടുക്കുന്നതിന് പറഞ്ഞ പേരാണ് ടൊറാനോ. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് പാർട്ട് ബിയിലും നമുക്ക് ഇതുപോലെ 9 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് ഇല്ലുസ്ട്രേറ്റ് ഡോളിമെൻറ്റ് ടോം ആൻഡ് ഐഡൻറ്റിഫൈ ഇറ്റ്സ് ഫീച്ചേഴ്സ്. നമ്മളെന്ത് ഡോളിമെൻറ്റ് ടോം എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു എന്താണ് ചാമ്പേഴ്സ് ഉണ്ടാവും, സ്റ്റോൺസ് അപ്രൈറ്റ് സ്റ്റോൺസ് വെച്ചിട്ട് ഒരു ടാബ് ലൈക്ക് സ്ട്രക്ചർ ആവും ഡോളിമെൻറ്റ് ടോം എന്നുള്ളത് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ് ഡോളിമെൻറ്റ് ടോം ഈസ് എ സിംഗിൾ ചാമ്പർ മെഗാലിത്തിക് ടോം യൂഷ്വലി കൺസിസ്റ്റിംഗ് ഓഫ് 2 or more upright megaliths supporting the flat horizontal capstone. ഇപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു? സപ്പോർട്ടിങ് അപ്പ് ലാർജ്
ഹൊറിസോണ്ടൽ ക്യാപ്സ്റ്റോണിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. യൂഷ്വലി റിഗാർഡഡ് ആസ് എ ടോം നോൺ ആസ് ക്രോംലിച്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോം തന്നെയാണ്. ഒരു ടോം റിലേറ്റഡ് അല്ലെങ്കിൽ നമ്മുടെ കൊടക്കല്ല് എന്നൊക്കെ പറയുന്ന പോലത്തെ നമ്മൾ പറഞ്ഞ പേരാണ് ഡോളിമൻ ടോം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ലിസ്റ്റ് ഡൗൺ 3 മെഗാലിത്തിക് മോണുമെൻറ്റ് ഇൻ പ്രീ ഹിസ്റ്റോറിക് പീരിയഡ് എന്നാണ്. 3 മെഗാലിത്തിക് മോണുമെൻറ്റ്സ് പ്രീ ഹിസ്റ്റോറിക് പീരിയഡിൽ 3 മെഗാലിത്തിക് മോണുമെൻറ്റ്സിനെ ലിസ്റ്റ് ഡൗൺ ചെയ്യാനാണ്. അതിൽ 3 മെഗാലിത്തിക് മോണുമെൻറ്റ്സ്. എന്താണ് മെഗാലിത്തിക് മോണുമെൻറ്റ് എന്ന് പറഞ്ഞാൽ ലാർജ് ആൻഡ് റഫ് സ്റ്റോൺസ് ദാറ്റ് ആർ അറേഞ്ച്ഡ് ഇൻ എ പ്ലേസ് ആൻഡ് പ്രിസർവ്ഡ് ഫോർ സെവറൽ സെഞ്ച്വറീസ്. എന്നാൽ ലാർജ് അല്ലെങ്കിൽ റഫ് സ്റ്റോൺസ് സെവറൽ സെഞ്ച്വറീസ് നമ്മൾ അറേഞ്ച് ചെയ്ത് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ പ്രിസർവ് ചെയ്യുന്നതിനെ പറഞ്ഞതാണ്. പിന്നെ ദീസ് ആൻഷ്യൻറ്റ് മോണുമെൻറ്റ്സ് ആർ സം ഓഫ് ദ ഓൾഡസ്റ്റ് പ്രീ ഹിസ്റ്റോറിക് മോണുമെൻറ്റ് ഫൗണ്ട് ഇൻ എ റേഞ്ച് ഓഫ് കൺട്രീസ് അറൗണ്ട് ദ വേൾഡ്. എന്നാൽ നമ്മൾ ഒരുപാട് പ്രീ ഹിസ്റ്റോറിക് ബിൽഡിങ്സ് സ്കൾപ്ചേഴ്സ് അങ്ങനെ ഒരുപാട് നമ്മൾ പ്രിസർവ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. അത് ഒരുപാട് ഇത് അറൗണ്ട് ദി വേൾഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലെതിരെ പറയുന്നതാണ് മെഗാലിത്തിക് അല്ലെങ്കിൽ മോണുമെൻറ്റ്സ് പ്രീ ഹിസ്റ്റോറിക് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഓവൽ ഹട്ട്സ്, നിയർ നൈസ്, ഡോളിമൻ ടോം, ഗാലറി ഗ്രേവ്, പാസേജ് ഗ്രേവ് ഇതൊക്കെ ഓരോ എക്സാമ്പിൾസാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് എക്സ്പ്ലെയിൻ മെഗാലിത്തിസ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. മെഗാലിത്തിസ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാനാണ്. ഇത് 3 മാർക്കിനാണ്, അപ്പോൾ 3 പോയിൻറ്റ്സ് മതി. എ മെഗാലിത്തിക് ഈസ് എ ലാർജ് സ്റ്റോൺ ദാറ്റ് ഹാസ് ബീൻ യൂസ്ഡ് to construct a prehistoric structure or monument either alone or together with other stones. എന്താണ് മെഗാലിത്തിക് എന്ന് പറഞ്ഞാൽ ലാർജ് സ്റ്റോൺ യൂസ് ടു കൺസ്ട്രക്ട് പ്രീഹിസ്റ്റോറിക് സ്ട്രക്ചർ ഓഫ് മോണുമെൻറ്റ്. ഒരു മോണുമെൻറ്റ് അല്ലെങ്കിൽ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെന്താണ് മോണുമെൻറ്റ് ഐദർ അലോങ് ഓർ ടുഗെദർ വിത്ത് അതർ സ്റ്റോൺ എന്ന്. ഒന്നുകിൽ തനിച്ച് ഒരു സ്ട്രക്ചർ മാത്രം, അത് നമ്മുടെ മെഗാലിത്തിസ് പോലെ സ്ട്രക്ചർ ഇല്ലെങ്കിൽ നമ്മൾ ഡോളിമൻ ടോം, ഗാലറി ഗ്രേവ് പോലെ ഒരുപാട് സ്റ്റോൺ സ്ട്രക്ചേഴ്സ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. There are over 35,000 in Europe alone, located widely from Sweden and Mediterranean Sea. മീൻസ് 35,000 നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. എക്സാമ്പിൾ എന്നാൽ സ്റ്റോൺ ഹെഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലണ്ടിലുള്ളൊരു മെഗാലിത്തിക് അല്ലെങ്കിൽ ഒരു മോണുമെൻറ്റ് നമ്മൾ ഇതാക്കുന്നത്. വാട്ട് ഈസ് എ പാസേജ് ഗ്രേവ്? പാസേജ് ഗ്രേവ് എന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. എ പാസേജ് ഗ്രേവ് or passage tomb consists of one or more burial chambers covered in earth or with stone having a narrow passage of large stones. എന്നാണ് പാസേജ് ഗ്രേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബറിയൽ ചാമ്പേഴ്സ് ഒരു നാരോ പാസേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ട് 2 സൈഡ്സ് അല്ലെങ്കിൽ എത്ര സൈഡ്സ് ആണോ അതിന് ഫുൾ നമ്മൾ നാരോ പാസേജ് പ്രൊവൈഡ് ചെയ്തിട്ട് സ്റ്റോൺസ് വെച്ചിട്ട് ഓരോ ബറിയൽ ചാമ്പേഴ്സ് ഉണ്ടാക്കുന്ന പറഞ്ഞ പേരാണ് പാസേജ് ഗ്രേവ്. പാസേജ് ടോംസ് ആർ ക്ലാസ് ഓഫ് മെഗാലിത്തിക്. ടോംസ് എന്താണ് ഓരോ മെഗാലിത്തിക്കിൻ്റെ ഓരോ ക്ലാസ് ഇതെന്നാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റൂഫ്ഡ് ബറിയൽ ചാമ്പർ ആൻഡ് നാരോ എൻട്രൻസ് പാസേജ് കവേർഡ് ബൈ റൗണ്ട് മൗണ്ട് ആൻഡ് കണ്ടെയ്നിങ് ഹ്യൂമൻ റിമൈൻസ് ആൻഡ് ഫ്യൂണറി ഓഫറിങ്സ്. എന്താണ് ഒരു റൂഫ്ഡ് സ്ട്രക്ചറാണ്. ബറിയൽസ് കൺസിസ്റ്റ് ഓഫ്